ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. റെക്കോർഡ് കുറിച്ചതിനു ശേഷം ഇന്ത്യൻ വിപണികൾ സമ്മിശ്ര വികാരത്തിൽ. കരുതലോടെ നിക്ഷേപകർ. വിദേശ സൂചനകൾ ആശ്വാസകരമല്ല. ഡോളറിനെതിരെ രൂപയ്ക്കിടിവ്. ആഗോള ദാരിദ്ര്യം ഇല്ലാതാക്കാൻ 2 നൂറ്റാണ്ടിലേറെ വേണ്ടിവരുമെന്ന് ഓക്സ്ഫാം റിപ്പോർട്ട്. ലോകമെമ്പാടും 500 കോടി പേർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോയെന്നും കണക്കുകൾ. കോർപ്പറേറ്റ് ഉടമസ്ഥത അതിസമ്പന്നരുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നത് ആശങ്കയെന്നും റിപ്പോർട്ട്. ആഗോള ആസ്തികളുടെ 43% കൈവശം വെച്ചിരിക്കുന്നത് അതിസമ്പന്നരായ 1% ഓക്സ്ഫാം. ക്രൂഡ് പെട്രോളിയത്തിന് വിൻഫോൾ ടാക്സ് കുറച്ചു. ടണ്ണിന് 1700 രൂപയായി കുറച്ചു. വെട്ടിക്കുറയ്ക്കൽ ഈ മാസം 16 മുതൽ പ്രാബല്യത്തിൽ. ഈ മാസം വിൻഫോൾ ടാക്സ് ടണ്ണിന് 2300 രൂപയായി സർക്കാർ ഉയർത്തിയിരുന്നു. വിപണി മൂല്യത്തിൽ ആപ്പിളിനെ മറികടന്ന് മൈക്രോസോഫ്റ്റ്. ചൈനയിൽ ഐഫോണുകൾക്ക് അപൂർവമായ കിഴിവ്. അടുത്ത 5 വർഷത്തിൽ ആഗോള ബാങ്കുകളുടെ മൂല്യം $7 ട്രില്യൺ വർദ്ധിപ്പിക്കാനാകുമെന്ന് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. ലണ്ടനിൽ തൊഴിലവസരങ്ങൾ കുറയുന്നെന്നും റിപ്പോർട്ടിൽ. മാറ്റമില്ലാതെ ജപ്പാനിലെ അസംസ്കൃത വസ്തുവില. 2032 ഇന്ത്യയിൽ ആദ്യത്തെ $1,00,000 കോടി കമ്പനി ഉണ്ടാകുമെന്ന് ICICI സെക്യൂരിറ്റീസ്. നേട്ടത്തിലേക്ക് നീങ്ങുന്ന പ്രധാന 2 കമ്പനികൾ HDFC ബാങ്കും റിലയൻസ് ഇൻഡസ്ട്രീസുമായിരിക്കുമെന്നും കുറിപ്പ്. ലക്ഷ്യം നേടുന്നതിന് ഇന്ത്യയുടെ GDP പ്രതിവർഷം 9% നിലനിർത്തണമെന്നും ICICI സെക്യൂരിറ്റീസ്. സാമ്പത്തിക ലോകത്ത് കുറെ നല്ല വാർത്തകൾ വന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതോടൊപ്പം തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം 61,000 കോടി കടന്നു എന്ന ഒരു വാർത്തയും വരുന്നുണ്ട്. അത് 3 വർഷത്തിലാണ് 61,000 കോടി എന്ന മാജിക്കൽ നമ്പറിലേക്ക് മലയാളികളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം കടക്കുന്നത്. കൂടുതൽ പേർ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നു. കൂടുതൽ പേരും ഇക്വിറ്റിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. കടപ്പത്രങ്ങളിൽ നിക്ഷേപിച്ചവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നിക്ഷേപ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു. അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ CEO അമിതാഭ് ചൗധരി പറയുന്നുണ്ട്, ഇന്ത്യയാണ് ഏറ്റവും നിക്ഷേപത്തിന് അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ, വളരുന്ന സമ്പദ് വ്യവസ്ഥ. ഇങ്ങനെ കുറെ നല്ല വാർത്തകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായും കേരള സമ്പദ് വ്യവസ്ഥയുമായും ഒക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ ഓഹരി വിപണികൾ ഇന്നലത്തെ ആ റെക്കോർഡ് കുതിപ്പിന് ശേഷം ഒരു തിരുത്തലിന്റെ പാതയിലാണെന്ന് തോന്നുന്നു. NSEയിലേക്ക് വന്നു കഴിഞ്ഞാൽ NSE ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് 28 പോയിന്റ് താഴ്ന്ന് 22,069 എന്നാൽ ഇത് ഓപ്പണിംഗ് ഹൈ 22,088 ഉണ്ടായിരുന്നു. ഇന്ന് തുടക്കം 22,080 എന്ത് തന്നെയായാലും ആ 22,000 എന്ന് പറഞ്ഞ ഇന്നലെ റെക്കോർഡ് കുറിച്ച സംഖ്യയ്ക്ക് മുകളിലാണ് വ്യാപാരം നടക്കുന്നത് എന്ന ഒരു ആനുകൂല്യമുണ്ട്. ഇന്നലെ റെക്കോർഡിലായിരുന്ന നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസും. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് നേരിയ നേട്ടത്തിലാണ്. നിഫ്റ്റി ബാങ്ക് ഇന്നൊരു ഇടിവാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സ് 73,000 എന്ന് പറയുന്ന ആ നമ്പറിന് മുകളിൽ തന്നെയാണ് വ്യാപാരം നടക്കുന്നത്. 73,251 76 പോയിന്റ് താഴ്ന്നാണ് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഡോളറിനെതിരെ ഇന്നലെ രൂപ 12 പൈസയുടെ നേട്ടമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ നേരിയ ഇടിവിലാണെന്ന വാർത്തയും വരുന്നുണ്ട്. നമുക്കൊരു അതിഥിയുണ്ട്. പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഇന്നലെ എന്തായാലും റെക്കോർഡ് കുറിച്ചു. ചില സൂചകങ്ങൾ ഇന്നലെ വന്നിരുന്നു. അതായത് നമ്മുടെ മൊത്ത വിലക്കയറ്റ സൂചിക വന്നിരുന്നു, അതേപോലെ തന്നെ വ്യാവസായിക വളർച്ചാ സൂചിക വന്നിരുന്നു. പക്ഷേ ഇന്നലെ അതൊന്നും മാർക്കറ്റിനെ ബാധിച്ചില്ല. പക്ഷേ ഇന്നിപ്പോൾ നമുക്കൊരു ഇടിവാണ് കാണുന്നത്. ഇതൊരു തിരുത്തൽ അല്ലെങ്കിൽ നിക്ഷേപകരെടുക്കുന്ന ഒരു കരുതൽ എന്ന് കരുതാമോ? കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസ് മാർക്കറ്റ് നല്ല മുന്നേറ്റവും പുതിയ ഓൾ ടൈം ഹൈയും ഒക്കെ റെക്കോർഡിട്ട ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് മാത്രമാണ് ഇന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ്. അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള 22,000-നും 22,200-നും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ് ഇന്ന് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. അതൊരു കൺസോൾട്ടേഷൻ ഫേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു മൂവ്മെന്റിനുള്ളിൽ തന്നെ ഇന്ന് HDFC ബാങ്കിന്റെ റിസൾട്ട് വരാനുണ്ട്. അത് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു കമ്പനിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ടും HDFCയുടെ മൂവ്മെന്റും അനുസരിച്ച് ഇൻഡെക്സിലും മൂവ്മെന്റ് ഉണ്ടാകാം. അതുപോലെ ഫെഡറൽ ബാങ്കിന്റെ റിസൾട്ട്, കേരള ബാങ്ക് ആണല്ലോ, ഫെഡറൽ ബാങ്കിന്റെ റിസൾട്ടും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ICICI സെക്യൂരിറ്റി, CV18 തുടങ്ങിയ കമ്പനികളുടെ എല്ലാം റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. മാർക്കറ്റിലെ ഈ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കും എന്നുള്ളതാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ റിലയൻസിന്റെ റിസൾട്ട് വെള്ളിയാഴ്ചയ്ക്ക് വരുന്നുണ്ട്. അതും അതിനോടൊപ്പം തന്നെ ചില അനൗൺസ്മെന്റ് റിലയൻസ് കൊണ്ടുവരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്.
ശരി, ശ്രീ പോൾ തോമസ്, താങ്ക് യു. പോൾ തോമസ് ആണ് നമ്മോടൊപ്പം ചേർന്നത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഉച്ചയ്ക്ക് 1:30 വീണ്ടും കാണാം. നമസ്കാരം.